قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين. صدق الله العلي العظيم. الحمد لله حمدا دائما أبدا. الحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. ولمومة سيدنا ومولانا محمد. കരുണാവാരിതയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായി അല്ലാഹുവിന്റെ റിളയിലായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നജറാനിൽ നിന്ന് ഒരു ക്രൈസ്തവ പാതിരി സംഘം ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പല നാടുകളിൽ നിന്ന് പല ആളുകളും കാണാൻ വേണ്ടി വരാറുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ പ്രവാചകത്വം അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാം പുൽകാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടായിരുന്നു. അതുപോലെ നബിതങ്ങളുമായുള്ള സൗഹൃദ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വരുന്നവരുണ്ടായിരുന്നു. അതുപോലെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പല പ്രയാസങ്ങളിൽപ്പെട്ട ആളുകൾ ആ പ്രയാസങ്ങൾക്ക് പരിഹാരമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കാറുണ്ടായിരുന്നു. ഈ നജറാനിൽ നിന്ന് വന്ന ആളുകൾ മൊത്തം 60 പേരുണ്ട്. അവര് ക്രിസ്തീയ പുരോഹിതന്മാരിൽപ്പെട്ട ആളുകളാണ്. അതിന് 14 പേര് നേതാക്കന്മാരാണ്. അവരിൽപ്പെട്ട നേതാക്കന്മാരാണ് 14 പേര്. അതില് 3 ആളുകൾ വലിയ പണ്ഡിതന്മാരാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഐഹം എന്ന നാമകരണത്തിൽ അറിയപ്പെട്ട ജിബില്ലത്ത് ഇബ്നു ഐഹമുൽ ഗസാനി എന്ന് പറയുന്നയാൾ. അതുപോലെ തന്നെ അദ്ദേഹത്തെ എല്ലാവരും സയ്യിദ്, നേതാവിനെ വിളിക്കുന്ന പേരാണ് സയ്യിദ് എന്ന്. നമ്മൾ സാധാരണ തങ്ങന്മാരൊക്കെ സയ്യിദ് എന്ന് വിളിക്കാറുണ്ട്, നേതാവ് എന്നുള്ള അർത്ഥമാണ്. അതേപോലെ തന്നെ മറ്റൊരാളെ വിളിച്ചിരുന്നത് അമീർ എന്നാണ്. വേറൊരാളുടെ പേര് അബൂ ഹാരിസ്, ഹാരിസിന്റെ വാപ്പ. ഇങ്ങനെ 3 നേതാക്കന്മാരുടെ കീഴിലുള്ള 60ഓളം വരുന്ന 14 നേതാക്കന്മാരും 3 വലിയ പണ്ഡിതന്മാർ, അങ്ങനെ 60 പേര്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ അവർ വന്നു. എന്നിട്ട് പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ യേശു ക്രിസ്തു അദ്ദേഹം ദൈവമാണ് എന്ന് പറഞ്ഞു. മറിയം ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവി ദൈവ മാതാവാണ്. എന്നിട്ട് അവർ വീണ്ടും പറഞ്ഞു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണ്.
സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു വാദമാണല്ലോ ദൈവപുത്രൻ, പരിശുദ്ധാത്മാവ്, ഇതൊക്കെ നമ്മൾ കേൾക്കാറുള്ള ഒരു വചനാണ്. ഇതുപോലെ അവർ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരോട് പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദൈവമല്ല, ദൈവപുത്രനല്ല, പരിശുദ്ധാത്മാവല്ല. അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വം നൽകിയിട്ടുള്ള പ്രവാചകനാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കളവാണ്, നിങ്ങളത് അംഗീകരിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ നമ്മൾ എപ്പോഴും ഓതാറുള്ള സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്. അള്ളാഹുവിന് സന്താനമില്ല, അവർ ആരുടെയും സന്താനവുമല്ല. ഇത് നമ്മൾ ആവർത്തിച്ച് പറയുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുരിശിനെ ആരാധിക്കുന്ന ആളുകളാണ്. കുരിശിനെ നിങ്ങൾ ആരാധിക്കുന്നു, അതിന്റെ മുമ്പിൽ പോയി നിങ്ങൾ സുജൂദ് ചെയ്യുന്നു, നിങ്ങൾ സാഷ്ടാംഗം ചെയ്യുന്നു. ഇസ്ലാം എന്ന് പറയുന്ന പരിശുദ്ധമായ മതം അള്ളാഹുവിനെ മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റൂ, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം ചെയ്യാൻ പറ്റൂ എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. സ്വന്തം മാതാപിതാക്കൾക്ക് മുമ്പിൽ പോലും, ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ പോലും സുജൂദ് ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അറിവില്ലാത്ത പല ആളുകളും കാണിക്കുന്നത് കാണാം. പല മസാറുകളിൽ ചെന്നിട്ട്, പല മഹാത്മാക്കളുടെ മക്ബറകളിൽ ചെന്നിട്ട്, അവരുടെ ഖബറിന്റെ അടുക്കലിൽ ചെന്നിട്ട് സുജൂദ് ചെയ്യുന്ന ആളുകളെ കാണാം. അരുതെന്ന് പറഞ്ഞാൽ പോലും, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, അത് അംഗീകരിക്കാത്ത ആളുകൾ എത്രയോ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പരിശുദ്ധമായ ദീനിൽ നിന്ന് വരെ പുറത്തു പോകാൻ കാരണമാകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. എത്ര തന്നെ ആദരിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്, ഒന്നിന്റെ മുമ്പിലും നിങ്ങൾ സുജൂദ് ചെയ്യരുത്, അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാവുള്ളൂ എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ കുരിശിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നവരാണ്. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പന്നിമാംസം കഴിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ നിർവാഹമില്ല. ഇസ്ലാം അത് حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വാചകത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത് വലഹ്മുൽ ഖിൻസീർ, പന്നിയുടെ മാംസം കഴിക്കരുതെന്നാണ്. നിങ്ങൾ അത് കഴിക്കുന്നവരല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ വാദം അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്ന് പുണ്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അവര് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരത് അംഗീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവർ ഉൾക്കൊണ്ടില്ല. സൂറത്ത് ആലി ഇംറാനിന്റെ 3-ാമത്തെ വചനം നോക്കിയാൽ കാണാം, ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല അത്ത്-തൗറാത വൽ ഇൻജീൽ മിൻ ഖബ്ല ഹുദൻ ലിന്നാസി വഅൻസല അൽ ഫുർഖാൻ ഇന്നല്ലദീന കഫറൂ ബിആയാതില്ലാഹി ലഹും അദാബുൻ ശദീദ് വല്ലാഹു അസീസുൻ ദു ഇന്തിഖാം. ആ ആയത്ത് ഈ വിഭാഗത്തെ പറ്റിയാണ് അവതരിച്ചത് എന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാത്മാക്കൾ തഫ്സീറിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്നു, നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്,
റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്ത് ഖുർആനിന്റെ ആയത്തുകൾ അവർ കേട്ടു, എന്നിട്ട് അവർ ഉൾക്കൊണ്ടില്ല. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് ആ വിഭാഗം ആളുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇവരിങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നജറാനിൽ നിന്നുകൊണ്ടുള്ള ഈ 60ഓളം വരുന്ന ക്രിസ്ത്യാനികൾ ഇങ്ങനെ വന്ന് റസൂലുള്ളാഹിയുമായി ഇങ്ങനെ സംഭാഷണത്തിൽ ഏർപ്പെട്ട സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന് ഒരു ഖുർആനിന്റെ 80ഓളം വരുന്ന സൂക്തങ്ങൾ ഓതി കൊടുക്കാൻ. ആ സൂറത്താണ് സൂറത്തു ആലു ഇമ്രാൻ. ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തേത് അൽ ബഖറ, പശുവിന്റെ നാമകരണത്തിലുള്ള സൂറത്ത്, മൂന്നാമത്തെ സൂറത്ത് ആലു ഇമ്രാൻ. ഈ ആലു ഇമ്രാൻ ഇറങ്ങാനുള്ള സബബുൻ നുസൂൽ, ഏതൊരു ആയത്തും അത് ഇറങ്ങാനുള്ള ഒരു സബബുൻ നുസൂലുണ്ട്, കാരണം. അതിനുള്ള കാരണം ഇതായിരുന്നു. ഇങ്ങനെ റസൂലുള്ളാഹിയുമായിട്ട് ഈ ക്രിസ്ത്യാനികളായ ആളുകൾ വന്ന് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ആലു ഇമ്രാൻ സൂറത്ത് അവതരിപ്പിക്കുന്നത്. ആലു ഇമ്രാൻ സൂറത്തിന്റെ 31-ാം വചനം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരുപാട് കാണാം. അതിലിങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു കുടുംബത്തെ പറ്റിയാണ് പറയുന്നത്. ദുഃഖവെള്ളി ദിവസമാണ്. ക്രിസ്ത്യാനികളായ നമ്മുടെ സഹോദരങ്ങൾ അവര് ദുഃഖവെള്ളി, ആ ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ദുഃഖവെള്ളിയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഖുർആനും ഇതുമായിട്ട് നമുക്ക് ഒരുപാട് ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമം നോക്കിക്കഴിഞ്ഞാൽ തൗറാത്തും ഇഞ്ചീലും സബൂർ അതെല്ലാം കാലഹരണപ്പെട്ടു പോയി. അതിന്റെ പുതിയ അപ്ഡേഷനാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈബിളിന്റെ പഴയ നിയമം നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ പറയുന്ന പല കാര്യങ്ങളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം എടുത്ത് നോക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം എടുത്ത് നോക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ഒരുപാട് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ക്രിസ്ത്യാനികളായ ആളുകൾ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇങ്ങനെ ഓതി കൊടുക്കാണ് ആലു ഇമ്രാൻ സൂറത്തിന്റെ ആയത്തുകൾ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാൻ അലൽ ആലമീൻ. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ വെച്ചുകൊണ്ട് പ്രത്യേകമായി അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ട് വ്യക്തികളുടെ പേരാണ് പറയുന്നത്. ഒന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ലോകത്ത് മുഴുവൻ കടന്നു വന്നിട്ടുള്ള മാനവിക കുലത്തിന്റെ മുഴുവൻ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ ലോകത്ത് ജനിച്ച ഒരേ വ്യക്തിയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. കുൻ ഫയകൂൻ, ഉണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചപ്പോൾ കുൻ ഫയകൂൻ, അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുല്ലുകും മിൻ ആദം വആദമ മിൻ തുറാബ്, മണ്ണിൽ നിന്നുകൊണ്ട് അല്ലാഹു തആല പടക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല എടുത്തു പറഞ്ഞു. പിന്നെ പറഞ്ഞത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. 960ഓളം വർഷം ദീനിന് വേണ്ടി പ്രചരണം നടത്തി. അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആ സുന്ദരമായ ധ്വനിയുമായി പ്രബോധനം നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് എതിർപ്പുകൾ അനുഭവിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു. അവസാനം ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടുത്തെ അനുയായികളെയും രക്ഷപ്പെടുത്തി. പ്രളയമുണ്ടായി. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു എടുത്തു പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയുന്നത് രണ്ട് കുടുംബങ്ങളെ പറ്റിയാണ്. ഒന്നാമത് പറയുന്നത് ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുടുംബം. ലോകത്ത് ഏറ്റവും കൂടുതൽ അമ്പിയാക്കന്മാരുണ്ടായിട്ടുള്ള കുടുംബം എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അതിന്റെ മകനാണ് ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ട. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ
മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ, മൂസാ നബി അലൈഹി സ്വലാം, ഹാറൂൻ നബി അലൈഹി സ്വലാം, ഇങ്ങനെയുള്ള എല്ലാ പ്രവാചകന്മാരുണ്ടായിട്ടുള്ളത് ആ പരമ്പരയിലൂടെയാണ്. മറ്റൊരു മകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മറ്റൊരു മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലൂടെയാണ് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള പ്രവാചകന്മാർ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ നോക്കുമ്പോ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം പരിശുദ്ധമാണ്, അതുകൊണ്ട് എടുത്തു പറഞ്ഞു. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയാണ് വആല ഇമ്രാന അലൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം, ആ കുടുംബത്തെയും അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത എന്താ? പ്രിയപ്പെട്ടവരെ, അടുത്ത ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ അലു ഇമ്രാൻ സൂറത്തിന്റെ 31, 32, 33 ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വചനങ്ങളിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ് ആ കുടുംബത്തിന്റെ മഹത്വം. 80 ആയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടുപ്പിച്ചങ്ങ് ഇറക്കി കൊടുത്തത്. ഇത് ആ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് നബിതങ്ങൾ ഓതി കൊടുത്തു, പക്ഷേ അവർ വിശ്വസിച്ചില്ല. അപ്പൊ ആ കുടുംബത്തെ പറ്റിയിട്ട് പറയാണ്, ഇത് ഖാലത് ഇമ്രാതു ഇമ്രാൻ റബ്ബി ഇന്നി നദറതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഇത് ഖാലത് ഇമ്രാതു ഇമ്രാൻ റബ്ബി ഇന്നി നദറതു ലക. മഹാനായ ഇമ്രാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇമ്രാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ അല്ലാഹുവോട് ദ്വാരുന്ന സന്ദർഭം, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, പടച്ചോനെ അല്ലാഹുവേ എനിക്കൊരു സന്താനത്തെ നൽകി കഴിഞ്ഞാൽ ആ സന്താനത്തെ നിന്റെ ദീനിന് വേണ്ടിയിട്ട്, നിന്റെ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. ഫലമ്മാ വദഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസ വല്ലാഹു അഅലമു ബിമാ വദഅതു വലൈസ ദക്റു കൽ ഉൻസ വഇന്നി സമ്മൈതുഹാ മറിയം. ഖുർആൻ പറയുന്നുണ്ട്, അങ്ങനെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആൺകുട്ടിയാണ് ഉദ്ദേശിച്ചത്. ആൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കാമെന്ന് കരുതി. പക്ഷേ പെൺകുട്ടിയാണ് ഉണ്ടായത്. പെൺകുട്ടി ഉണ്ടായപ്പോ വൈന്നി സമ്മൈതുഹാ മറിയമ, മറിയം എന്ന് പേരിട്ടു. വൈന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. പടച്ചോനെ അല്ലാഹുവേ, പിശാചിൽ നിന്നുകൊണ്ട് എന്നെ നീ കാക്കണേ, എന്റെ കുട്ടിയെ സംരക്ഷിക്കണേ എന്ന് ദുആ ചെയ്തു. സുദീർഘമായ ചരിത്രമാണ്. തഫ്സീറുർ റാസിയുടെ 8ാം വാള്യം 25ാമത്തെ പേജിൽ ഇത് സംബന്ധമായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിൽ ഉപ്പയുടെയും മകളുടെയും പേരിൽ സൂറത്തുള്ളത് അത് മഹാനായ ഇമ്രാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലാണ്. ആലു ഇമ്രാൻ, മറിയം, രണ്ടുപേരുടെയും പേരിൽ. ഇമ്രാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബിയുടെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഫാഖൂദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട് തൗറാത്ത് പാരായണം ചെയ്യും, ബൈത്തുൽ മുഖദ്ദസിനെ ഖിദ്മത്ത് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 2 മക്കളാണ്. ഒന്ന് ഹന്നത്ത് ബീവി, രണ്ടാമത്തേതിന്റെ പേരാണ് ഇഷാ. അങ്ങനെ 2 പേർക്കും അനുയോജ്യരായ ഭർത്താക്കന്മാരെ കിട്ടണം. അതിനുവേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഹന്നത്ത് ബീവിയെ മഹാനായ ഇമ്രാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ ഇമ്രാനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. രണ്ടാമത്തെ മകൾ ഇഷാ, അവർക്ക് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിവാഹം ചെയ്തു കൊടുത്തു. തഫ്സീറുർ റാസിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ മക്കളില്ലാതെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഒരു മരത്തണലിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പക്ഷി തന്റെ കുഞ്ഞിന് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത്. അതിങ്ങനെ കണ്ടപ്പോ മക്കളില്ലാത്ത ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ, അതാണ് മക്കളില്ലാത്ത ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ മക്കളെ ലാളിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവർക്ക് വിഷമമുണ്ടാവും. നമ്മുടെ മക്കളെ ഇല്ലാത്ത ആളുകളുടെ മുമ്പിൽ പോയിട്ട് ഒരു പ്രത്യേക സ്നേഹം, അവരെ പിടിച്ച് ചുമം വെക്കാനും കൂടുതലായിട്ട് അങ്ങനെ അവർക്ക് വിഷമുണ്ടാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്യാൻ പാടില്ല. ഹന്നത്ത് ബീവിക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ അല്ലാഹുവോട് അങ്ങ് ദ്വാരുന്നു. അപ്പോഴാണ്
ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം എന്ന് പറയുന്ന ആ ഒരു സന്നദ്ധിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഈ സൂറത്തിൽ നിന്നുകൊണ്ട്. കാരണം മഹാനായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചപ്പോ, മഹദിയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചപ്പോ അപ്പുറത്ത് ഒരാളുടെ മക്കളില്ലാതെ ആരാണെന്നറിയോ? സഹോദരിയായ ഇഷാ, അവരുടെ ഭർത്താവായ സക്കരിയ, രണ്ടുപേരും മക്കളില്ലാതെ ഇങ്ങനെ കുണ്ഠിതപ്പെട്ട് കഴിയുകയാണ്. അപ്പോ സഹോദരിക്ക് കുട്ടിയുണ്ടായി. വയസ്സായ സമയത്താണ് കുട്ടി ഉണ്ടാവുന്നത്. ഗർഭിണിയായ സമയത്ത് കുട്ടി ഉണ്ടാവുമ്പോഴേക്ക് ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടു. പ്രായാധിക്യം മൂലം മരണപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രായമുള്ള സമയത്ത് അള്ളാഹ്ക്ക് വലിയൊരു പണിയൊന്നുമില്ല സഹോദരങ്ങളെ. മക്കളില്ലാത്തവരുണ്ടാവും, അള്ളാഹിനോട് ദ്വാരത്തോടും. എത്ര പ്രായമായാലും പഠിച്ചവൻ തരാൻ ഉദ്ദേശിച്ച ഒരു പ്രയാസമൊന്നുമില്ല. ഈ സൂറത്ത് നമ്മൾ അതാണ് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായ സമയത്ത് അപ്പുറത്ത് ഇഷാ ബീവിക്ക് ഭയങ്കര പ്രയാസം. വയസ്സ് 90 ഭർത്താവിന് 120 വയസ്സാൾക്ക് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്. അപ്പോ സക്കരിയ നബിക്ക് ഭയങ്കര വിഷമം വന്നപ്പോ അല്ലാഹുവോട് ദുആ هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. അല്ലാഹുവേ, എനിക്ക് പ്രായമായ റബ്ബേ, എനിക്കൊരു സന്താനം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ സന്താനത്തിന് വേണ്ടി ഞാൻ കൊതിക്കുന്നു റബ്ബേ. എനിക്കൊരു സന്താനത്തെ നൽകണേ അല്ലാഹ്. അല്ലാഹു തആല സന്തോഷം അറിയിച്ചു. ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാം വഖദ് ബലഗനിയൽ കിബറു വംറഅതി ആഖിർ ഖാല കദാലിക അല്ലാഹു യഫഅലു മാ യശാ. സക്കരിയ വിഷമിക്കണ്ട. ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാം, നിനക്കൊരു സന്താനത്തെ ഞാൻ നൽകുന്നുണ്ട്, അതുകൊണ്ട് വിഷമിക്കണ്ട. വഖദ് ബലഗനിയൽ കിബറു വംറഅതി ആഖിർ ഖാല കദാലിക അല്ലാഹു യഫഅലു മാ യശാ. അപ്പോൾ ചോദിച്ചു, പടച്ചോനെ, എനിക്ക് 120 വയസ്സായി, എന്റെ ഭാര്യക്ക് 98 വയസ്സായി, ഇപ്പൊ എനിക്ക് കുട്ടി ഉണ്ടാവോ റബ്ബേ? അല്ലാഹു പറഞ്ഞു, കദാലിക യഫഅലു അല്ലാഹു മാ യശാ. അല്ലാഹുക്ക് ഒരു പണിയില്ല മോനെ, നീ അതുകൊണ്ട് വിഷമിക്കണ്ട. അപ്പൊ അല്ലാഹുവോട് പറഞ്ഞു, പടച്ചോനെ, എനിക്ക് അതിന്റെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരണം. ഖാല റബ്ബി ജഅലി ആയ ഖാല ആയതുക ലാ തുകല്ലിമൻ നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസ വദ്കുർ റബ്ബക കസീറൻ വസബ്ബിഹ് ബിൽ അശി വൽ ഇബ്കാർ. ആലു ഇംറാൻ സൂറത്ത് നോക്കിയാൽ കാണാം. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സക്കരിയ, 3 ദിവസം നിനക്ക് നിന്റെ നാവിനൊരു കുഴപ്പമില്ല, സംസാരശേഷി നിനക്കുണ്ട്. ആ ഒരു സമയത്ത് തന്നെ 3 ദിവസം ആരോടും മിണ്ടാതിരിക്കാനുള്ള ഒരു അവസ്ഥ, മൗനവ്രതത്തിലായി നിനക്ക് കഴിയാൻ പറ്റുന്ന ഒരു അവസ്ഥ നിനക്ക് സംജാതമാകും. ആ അവസ്ഥ നിനക്ക് വന്നു കഴിഞ്ഞാൽ നീ ഉറപ്പിച്ചോ, നിനക്ക് സന്താനം ഉണ്ടാകുമെന്ന്. അങ്ങനെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 3 ദിവസം ആരോടും സംസാരിക്കാൻ പറ്റില്ല. നാവിന് ഒരു കുഴപ്പമില്ല, പക്ഷെ ആരോടും മിണ്ടാൻ പറ്റുന്നില്ല. എല്ലാവരോടും ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. വദ്കുർ റബ്ബക കസീറൻ വസബ്ബിഹ് ബിൽ അശി വൽ ഇബ്കാർ. അല്ലാഹുവിനെ നിങ്ങൾ സ്മരിക്കണമെന്ന് അദ്ദേഹം ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യ എന്ന് പറയുന്ന ലോകത്ത് അതുവരെ യഹ്യ എന്ന പേരിൽ ഒരാളുണ്ടായിട്ടില്ല. യഹ്യ എന്ന നാമകരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുന്ദരനായ സുമുഖനായ ഒരു മകനെ സക്കരിയ നബിക്കും കൊടുത്തു. അതേപോലെ തന്നെ ഇമ്രാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറിയം എന്ന പൊന്നോമനെയും ഒരു പിഞ്ചിളം കുരുന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഒരുപാട് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്ന് പറഞ്ഞാൽ തീരൂല, അത്രയും ഗഹനമായിട്ട് പറയാനുള്ള ഒരു വിഷയമാണ്. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുക്കാനുള്ള കാര്യവും മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ റാസിയുടെ 8ാം വാള്യത്തിലെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടിയിട്ട് നേർച്ചയാക്കിയതാണല്ലോ, പെൺകുട്ടിയാണ്, ഏറ്റെടുക്കണം. അപ്പോ 29 ആളുകളാണ് ബൈത്തുൽ മുഖദ്ദസിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 29 ആണ്. ആര് ഏറ്റെടുക്കും?
അതിനെ പറ്റിയിട്ട് പരസ്പരം ഇങ്ങനെ ചർച്ചകൾ നടന്നു. അവസാനം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു നദിയാണ് ജോർദാൻ നദി എന്ന് പറയുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നദിയാണ്. അള്ളാഹു അവിടെ പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. ഫലസ്തീൻ, ജോർദാൻ, ഇവിടെയൊക്കെ ഖുർആനുമായി ബന്ധപ്പെട്ട ചരിത്ര ഭൂമിയാണ്. അള്ളാഹു അവിടെ പോകാൻ തൗഫീഖ് നൽകട്ടെ. ആ ജോർദാൻ നദി അവിടെ എത്തി എല്ലാവരും. എന്നിട്ട് ഈ 29 ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകരായ, അതിന്റെ ഹാദിമീങ്ങളായ, പുരോഹിതന്മാരായ, ഈ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകള്, അതിൽ പ്രവാചകനായ സക്കരിയ നബിയുണ്ട്, മറ്റ് 28 പേര്, അങ്ങനെ 29 പേര് എല്ലാവരും കൂടി തീരുമാനിച്ച് അവരവരുടെ കയ്യിലുള്ള പേന ജോർദാൻ നദിയിലേക്ക് ഇടുക. ജോർദാൻ നദിയിലേക്ക് ആ പേന ഇട്ടിട്ട് ആരുടെ പേനയാണോ മുങ്ങാത്തത് അയാള് മറിയം ബീബി റളിയല്ലാഹു അൻഹ ഏറ്റെടുക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേന മാത്രം മുങ്ങിയില്ല, ബാക്കി എല്ലാവരുടെ പേനയും മുങ്ങി. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹ ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നടന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.